ഞാൻ ബി ആർ കാര്യങ്ങൾ കളിച്ചിട്ടുണ്ടായിരുന്നു. ആ ബി ആർ എന്തൊക്കെ നടന്നു എന്നൊക്കെ കാണിച്ചു തരാം കേട്ടോ. ഒരു അറിവുണ്ട്. ഞാനൊക്കെ ഫസ്റ്റ് ബി ആർ കാര്യങ്ങളൊക്കെ ഇങ്ങനെ അടിക്കുന്നൊരു പ്രതീക്ഷയില്ല. ഞാനാണെങ്കിൽ ഇവൻ സൺഗോക്ക് നൂവാന്ന് വിചാരിച്ചിട്ട് അവന് കൊടുത്തതാണ്. അവന് സന്തോഷമായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ റിന്നാവിലേക്ക് ഇറങ്ങാൻ വേണ്ടി പുള്ളി സെറ്റ് ചെയ്തെന്ന് പറഞ്ഞ് നിൽക്കും കേട്ടോ. ഞാനാണെങ്കിൽ അതിന് മുമ്പ് റിന്നാവായതുകൊണ്ട് ഞാൻ പിന്നെ ഓക്കേന്ന് വിചാരിച്ച് ഞാൻ അവിടെ എൻ്റെ കൂടെ ഇരിക്കുവാണ്. അപ്പം ഞാൻ പറഞ്ഞു റിന്നാവിൻ്റെ ഇനിമി ഉണ്ടാവും ഇപ്പോൾ സ്റ്റേലായിട്ട് അതിൻ്റെ ഒരു ഇതിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ റിംനാമിലേക്ക് ഞങ്ങളുടെ ഒരു സ്ക്വാഡ് അങ്ങ് പോയി. റിംനാം എത്താൻ പറ്റില്ല. പക്ഷേ ഞങ്ങൾ റിംനാമിലേക്ക് പോയിക്കൊണ്ടിരുന്നു. റിംനാം എത്തുമെന്ന് ഡൗട്ട് ഉണ്ടായിരുന്നു. എന്നാൽ ആ ഡൗട്ട് മാത്രമായിട്ട് അത് അവിടെ ഒതുങ്ങിയില്ല. നേരെ ഞങ്ങൾ വന്നിട്ട് വീണത് ക്ലോക്ക് ടവറിലേക്കായിരുന്നു. വന്നപ്പോഴേക്കും ഞാൻ അവിടെ ഒരു എനിമീനെ കണ്ടു. എനിമീനെ കണ്ടപ്പോൾ ഞാൻ പിട്ടി ഞാൻ നേരെ അങ്ങോട്ടേക്ക് വന്നിട്ടോ. അപ്പം ഞാനാണെങ്കിൽ നല്ല ഡാമും കൊടുത്തു. റിന് എക്സ്ട്രാ വേറെ ഡാമും കൊടുത്തു. നോക്കിയപ്പോൾ പോയി ഇങ്ങോപ്പുറത്ത് കയറി. അപ്പോൾ ഞാൻ ഈ ജനലൊരു ഇവനങ്ങ് അടിക്കാമെന്ന് വിചാരിച്ചു. ഇവൻ ഇങ്ങനെ നല്ല ഡാമേജ് വന്നു. ഞങ്ങൾ സാധിച്ചിട്ട് ഞാൻ നേരെ അടിച്ചു പോട്ട് അങ്ങ് എടുത്തിട്ടുണ്ട്. എൻ്റെ ഏതോ ടീംമേറ്റ്സൊക്കെ ചത്തുപോയി. എന്നിട്ട് ഇരുന്ന് കാണിച്ചു. എന്നിട്ട് ഞാൻ നേരെ ചെന്നിട്ട് ഇവിടുന്ന് ലൂട്ട്, കാരണം എൻ്റെ മിനിസൂരി മാത്രമേ എൻ്റെ ഉള്ളൂ. എനിക്ക് നല്ല ലൂട്ടും കാര്യങ്ങളും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ലൂട്ടിന് വേണ്ടി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു ഗൈസ്. അങ്ങനെ അടിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. ആ ടൈമിൽ ഞങ്ങളുടെ ഈ ഹാരിബായ് പുള്ളിയാണെങ്കിൽ എപ്പോഴും വന്ന് ചാവും കേട്ടോ. അപ്പോൾ കുറച്ച് ഇറിറ്റേറ്റ് ആയി. എങ്കിലും പുള്ളി റഷ് ചെയ്ത് കയറി കളിക്കുന്നൊരു പ്ലെയറാണെന്ന് എനിക്ക് ഉണ്ടായി കേട്ടോ. അപ്പോൾ പുള്ളിയോട് കളിക്കുകയാണെങ്കിൽ ഒരു സപ്പോർട്ട് ഇടുവാണെങ്കിൽ നല്ലതായിരിക്കും എന്ന് വിചാരിച്ചു. പക്ഷേ എക്സ് ആലക്സിൻ്റെ കൂടെ കളിക്കാൻ അപ്പോഴേക്കും ബി ഹോണ്ടഡ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കാണിച്ചു. ഞാൻ അപ്പോഴേക്കും ഇത് കുറച്ച് കോയിനും അതും ഇതൊക്കെ എടുത്തിട്ട് ഇങ്ങനെ ലൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ ഹാരിബായ് വന്നു. പുള്ളിയുടെ പുറകെ ഞാൻ പോയിക്കൊണ്ടിരുന്ന് ലൂട്ട് കിട്ടുമെന്നൊക്കെ നോക്കിയാണോ. അപ്പോഴേക്കും പുള്ളി ഞാൻ എടുക്കാൻ വെച്ച പൈസ എടുത്തോണ്ടേ. പിന്നെ ഒരു സ്നൈപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു ഗണ്ണെടുത്തപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ നിൽക്കുകയാണ്. ആ ടൈമിൽ മുകളിലേക്ക് പോട്ടും പുള്ളി മറ്റേ സെക്കൻഡുള്ളവൻ മുകളിലേക്ക് പോകും. ഞാൻ ഷോട്ടിൽ സെക്കൻഡ് തരുന്ന കളിയാണ്. സോ എന്നിട്ട് ഫസ്റ്റ് അവൻ നോക്കാട്ടോ. അവൻ ചത്തുവും. എനിക്ക് സെക്കൻഡുള്ളവൻ എന്നെ ചുമ്മാ വെടിച്ചുകൊണ്ടിരിക്കും. എന്നിട്ട് എന്തൊക്കെ എടുത്ത് എറിയാണ് പ്രാന്ത്. ഞാൻ നോക്കി അവൻ എനിക്കാന്ന് തോന്നുന്നു. എനിക്ക് അതുപോലെ എന്തോ തോന്നി. എന്നിട്ട് ഞാൻ ഇതിൻ്റെ പുറത്ത് നിന്ന് പോവുകയാണ്. ഇവിടെ വല്ല എനിമീസിന് ഇതിൻ്റെ ടൈം ഉണ്ടാവുന്നു. അപ്പോൾ ഞാൻ ആക്സിലേറ്റർ ഇങ്ങനെ രണ്ടെണ്ണം കൊടുത്തു. അവിടെ വന്ന് വീണു. അങ്ങനെ പീക്കിലേക്കാണ് നേരെ ഞാൻ ചാടിയത്. പീക്കിൽ എനിക്ക് ടെൻഷൻ ഉണ്ടായിരുന്നു. പീക്കിൽ ഞാൻ അവിടെ എന്തോ ഒരു സംഭവം കണ്ടു. അവിടെ എനിമി ഉണ്ടെന്ന് മനസ്സിലായി. ഞാൻ കയറി. ഹാരിബായ് എല്ലാവരും കളിക്കുന്ന പ്ലെയർ ആണല്ലോ എന്ന് വിചാരിച്ച് സപ്പോർട്ട് ഇടാൻ ഞാൻ കയറി ചെന്ന്. എന്നിട്ട് ഇവൻ അങ്ങ് കളിക്കുമെന്നൊക്കെ വിചാരിച്ച് ഞാൻ നിൽക്കുകയാണ്. അപ്പോൾ ഞാൻ പുതിയ ബണ്ടെടുത്ത ഹാപ്പി. ഇപ്പോൾ ഞാൻ പെട്ടെന്ന് ഇവനെ ഒരു എനിമീനെ കണ്ടു. പെട്ടെന്ന് പുള്ളി കോഡനെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങോട്ടേക്ക് പോയുമ്പോൾ പുള്ളിന് ഹാരിബേനെ കോഡ് പുള്ളി നോക്കായി. അപ്പോഴേക്കും ഞാൻ അവിടെ ഗ്ലൂ ഇട്ട് അതിന് 5 ചിക്കനാണ്. ഇതൊക്കെയും ഞാൻ എങ്ങനെയൊക്കെയോ പുള്ളിയുടെ ഡാമേജ് കൊടുത്ത ഡാമേജും കിട്ടും. പുള്ളി പിന്നെ എന്നെയും കൊന്നു. ഒരു സെക്കൻഡുള്ളവനെയും കൊന്നു വന്നു. അപ്പോഴേക്കും എൻ്റെ ഫോർത്ത് പുള്ളിയാണെങ്കിൽ വന്നിട്ട് വേവ് പോയിന്റ് കയറി. പുള്ളി റിംനാമി ഇറങ്ങി. ഇവിടുന്ന് നേരെ റിംനാമിലേക്ക് ആയിരുന്നു പോയത്. ഇങ്ങനെ റിവൈവ് ആകാൻ വേണ്ടി അങ്ങനെ കാത്തിരിക്കുകയാണ്. അവിടെ എനിമി ഉണ്ടോയെന്ന് എനിക്ക് പേടിയുണ്ടായിരുന്നു. റിംനാമ് നല്ല എനിമിയുള്ള സ്ഥലമാണ്. പിന്നെ പോരാത്തതിന് ഇപ്പം ഞാൻ നമ്മളേക്ക് റിംനാമിലേക്ക് ഇറങ്ങാം എന്ന് വിചാരിച്ചു. അവിടെയാണെങ്കിൽ കുറച്ച് ലൂട്ട് അടിക്കാനോ എന്ന് വിചാരിച്ചു. അപ്പോൾ എനിമി ഇല്ലെന്ന് മനസ്സിലായിട്ട് ഇറങ്ങി. അപ്പോൾ ഞാനങ്ങനെങ്കിൽ നേരെ ഒന്നങ്ങ് ഇറങ്ങിയിട്ട് കറക്റ്റ് ആ സ്ഥലത്ത് വന്നങ്ങ് ഇറങ്ങി. ഇവിടുന്ന് M4A1 എടുത്തപ്പോൾ M4A1 2 ബുള്ളറ്റ് ലോഡ് ചെയ്ത് തന്നെ എടുക്കാൻ പറ്റുള്ളൂ. എൻ്റെ കയ്യിൽ M4A1 ബുള്ളറ്റ് കുറവായതുകൊണ്ട് ഞാൻ അതങ്ങ് എടുക്കാണ്ട് ഞാൻ നേരെ പോകുന്നുണ്ടായിരുന്നു. സൈഡിൽ നിന്ന് വേറെ വല്ല ഗണ്ണ് കിട്ടുമോ നോക്കാനായിട്ട്. ബിസിയോ ഞാൻ കയ്യിൽ പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഗണ്ണൊന്ന് മാറ്റി എൻ്റെ അങ്ങനെ ലൂട്ടിക്കൊണ്ട് നടക്കുവാണ്.
ലൂട്ട് ചെയ്ത് ഞാൻ ഒരുമാതിരി ആവും കേട്ടോ. അപ്പം നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് ഇങ്ങനെ ഇവിടുന്ന് സോൺ വന്നെ ഞാൻ കണ്ടു കേട്ടോ. സോൺ വന്നെ കണ്ടപ്പോഴേക്ക് ഇവിടുന്ന് നേരെ ഓടാം, പെട്ടെന്ന് ലൂട്ടടിക്കുമെന്ന് വിചാരിച്ച് ഞാൻ പെട്ടെന്ന് അങ്ങ് ലൂട്ടടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ലൂട്ടെടുത്ത് നേരെ ഒറ്റ ഓട്ട് കിടന്നു. കുറച്ച് ബുള്ളറ്റ്സ് ഞാൻ കണ്ടു, അതൊക്കെ എടുത്ത് ഞാൻ പതുക്കെ വരുവാണ്. അപ്പോഴേക്ക് സൺ ഗോക്കു ആണെങ്കിൽ അപ്പോഴേക്കും ഗോക്കു അവിടെ ചെന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ കാണാതെ പോയൊരു ഫുൾ മെഡ് കണ്ടു. പക്ഷേ ഞാൻ വീഡിയോ എടുത്തുകൊണ്ട് വന്നപ്പോഴാണ് കണ്ടത്. ഇപ്പോഴാണ് ഞാൻ കണ്ടത് ഗൈസ്. അത് എന്നിട്ട് ഞാനിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നോക്കി എന്തിനാ എഴുതുന്നതെന്ന് എനിക്കറിയില്ല. കൈതട്ടയും കണ്ടിരുന്നതാണ്. അവിടെ എല്ലാ സ്ക്വാഡും എൻ്റെ സ്ക്വാഡ് ഫ്രണ്ടിൽ നിൽക്കുന്നത് മനസ്സിലായി. അപ്പോൾ ഞാൻ അതെ ഇവിടെയാണെങ്കിൽ കുറച്ച് കൂട്ടം എന്ന് പറഞ്ഞാൽ ബോർഡറിലായിട്ടാണ് ഞാൻ നിൽക്കണേ. എന്നിട്ട് നേരെ ക്ലോക്ക് ടവറിലേക്ക് വിട്ടു. ഇപ്പോഴാണ് പുള്ളിക്ക് പൈസ വേണമെന്ന് പറഞ്ഞത്. അപ്പോൾ ഞാൻ ഓക്കെ എന്ന് പറഞ്ഞു. പുള്ളിയുടെ അടുത്തേക്ക് പുള്ളി പറഞ്ഞപ്പോൾ അങ്ങോട്ടേക്ക് വരാൻ വെൻഡിങ് മെഷീനിലേക്ക് വരാൻ. അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ എന്ന് പറഞ്ഞു. ഞാൻ ഇങ്ങനെ വെൻഡിങ് മെഷീനിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. വെൻഡിങ് മെഷീനിൽ പോയിക്കൊണ്ട് വന്നപ്പോൾ 11 കയറി വേറെന്തോ ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുക. മറ്റേ സംഭവം എന്താ എൻ്റെ പെണ്ണാളി എൻ്റെ പേര് പറഞ്ഞു. എന്നിട്ട് അതിങ്ങനെ എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ നേരെ ഇങ്ങനെ അപ്പം ഞാൻ വിചാരിച്ചു അവന്മാരെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി എയർ ഡ്രോപ്പ് എടുക്കാൻ, ഡിഫൻസ് എയർ ഡ്രോപ്പ് എടുക്കാമെന്ന് വിചാരിച്ചു. ഡിഫൻസ് എയർ ഡ്രോപ്പ് അവനെടുത്തുകൊണ്ട് വന്ന് പാതിയായി. ഇവിടെ എനിമി ഉണ്ടോ എന്നൊക്കെ നോക്കി. കാരണം ഫസ്റ്റ് തന്നെ നിങ്ങൾ കണ്ടായിരുന്നല്ലോ ഒരു ടീമായി പോട്ടെ. അവൻ്റെ ടീംമേറ്റ്സ് നല്ല ടീംമേറ്റ്സ് ആണ്. ഒന്നെങ്കിൽ അവൻ്റെ ടീംമേറ്റ്സിൻ്റെ നല്ല അടിപൊളി സംഭവം കാരണമായിരിക്കും, അല്ലെങ്കിൽ അവൻ ഒറ്റ വന്ന് കാണും. എന്നിട്ട് ഞാനിങ്ങനെ നേരെ വന്നിട്ട് ഇവിടെ നിന്ന് കയറിയിരുന്നു. എന്തോ ഓക്കെ ഞാനിങ്ങനെ കയറിയിരുന്നു. ഇവിടെ നമുക്ക് സംഭവമൊക്കെ വന്നു. പുള്ളി പറഞ്ഞു എനിക്ക് കുറച്ചും കൂടെ പൈസ വേണമെന്ന്. അതെന്തിനും ഇൻഫോ ബോക്സിൽ. അപ്പം ഞാൻ പറഞ്ഞു ഓക്കെ എന്ന് പറഞ്ഞു. അപ്പോഴേക്ക് ഞാൻ മറ്റേ ജസ്റ്റ് ഒന്ന് അറിയാണ്ട് മാറിപ്പോയി. പിന്നെ ഇല്ല ലോഞ്ച് പാഡ് എടുത്ത് വെച്ചു. പക്ഷേ പുള്ളി ലോഞ്ച് പാഡിൽ കയറിയില്ല. ഞാൻ ആ ലോഞ്ച് പാഡ് തിരിച്ചെടുത്തു. സംഭവം മനസ്സിലാവാതെ ഞാൻ ഇങ്ങനെ കുറേ നേരം കഴിഞ്ഞിരുന്നു. പിന്നെയാണ് എനിക്ക് മനസ്സിലായത് സാധനം എൻ്റെ കൈ കിട്ടുന്നുണ്ട്. ഹോളോ പർപ്പിൾ എൻ്റെ കയ്യിലിരിക്കുക. എന്നിട്ട് ഞാൻ പിന്നെ ലോഞ്ച് പാഡ് എടുക്കണോ? ഈ ഒരു മണ്ടം അതൊക്കെ ഹാരി സെക്കൻഡുള്ളവൻ അങ്ങ് എത്തുന്നു. അപ്പോൾ ഞാൻ ഈ സ്കോട്ടിന് ഡ്രോണൊക്കെ ഉണ്ട്. ഡ്രോണിൻ്റെ വെടി വെക്കണമെന്ന് വിചാരിച്ചു. അതിനെ വേണമെന്ന് വെച്ച് ഞാൻ ബുള്ളറ്റ്സ് വേസ്റ്റ് ചെയ്യണ്ട. പുള്ളി അവിടെ ചാവാൻ കിടക്കുന്നത്. അപ്പോൾ ഞാൻ നേരെ എന്നാൽ ഹെൽപ്പ് ചെയ്തേക്കാന്ന് വിചാരിച്ചു. ഞാൻ പോകുന്ന സമയം എനിക്കൊരു ഡൗട്ട് തോന്നി. ഞാൻ അവിടെ ഇന്ന് കവർ നോക്കി വെച്ച് അവിടെ കവറിൽ നിന്ന് കളിക്കാണ്. ഞാൻ ഇവിടെ കവറിൽ മിസ് ചെയ്യാൻ പുള്ളിക്കാരത്തി അടിച്ചപ്പോഴേക്ക് സാഡിയെ വിളിച്ച് ഇട്ട് പുള്ളിക്കാരത്തി രക്ഷപ്പെട്ടുണ്ടായിരുന്നു. പുള്ളിക്കാരത്തി എവിടെയായിരുന്നു? അപ്പോൾ ഞാനങ്ങനെ പുള്ളിക്കാരത്തി കൊല്ലാൻ വേണ്ടി സെറ്റായിട്ട് മെഡൊക്കെ അടിച്ചുകൊണ്ടിരുന്നപ്പോൾ പുള്ളിക്കാരത്തി ചത്തു. വയസ്സ് പുള്ളിക്കാരത്തി ആരെ കൊന്നെന്ന് മനസ്സിലായിട്ടില്ല. പിന്നെ ഈ സമയത്ത് ഞാൻ കുറച്ച് വണ്ടടിച്ച് അവിടെ നിൽക്കുന്നു. കാരണം സെക്കൻഡുള്ളവൻ എന്ത് ചെയ്യുന്നത്. പിന്നെയാണ് ഞാൻ കണ്ടവൻ ചത്തു ചെയ്യുന്നത്. അപ്പോൾ ഞാൻ പിന്നെ നേരെ കുറച്ച് മെഡും കാര്യങ്ങളൊക്കെ എടുത്ത് ഇത് കുറച്ച് ഇൻഹേലറും കാര്യങ്ങളൊക്കെ എടുത്ത് ഇവിടെ നിന്നു. എന്നിട്ടൊരു സൂപ്പർ മെഡും എടുത്തു. ഫുൾ മെഡും എടുത്തിട്ട് ഞാൻ നേരെ ഓടുകയാണ്. ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയമാണ് ജസ്റ്റ് ഇവന്മാരുടെ കൂടെ കയറി കളിക്കാമെന്ന് വിചാരിച്ചത്. ഈ സോളോ കളിക്കാൻ ബുദ്ധിയല്ലെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇങ്ങനെ നേരെ ഇതൊന്ന് ജിബിലേം കയറും കേട്ടോ. ജിബിലേം കയറുന്ന ടൈമിലായിരിക്കും അത് നടക്കുക. കയറിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു എനിമീനെ കാണുമ്പോൾ ഞാൻ വിടുവോ? നമ്മൾ ഈ കുറേ ഗ്ലൂ ഒക്കെ കാണും. ഞാൻ 2 ന്യൂസിനെ കണ്ടു. അല്ലെങ്കിൽ ഞാൻ നല്ല ഫ്രണ്ടിൽ അവർ റിന്നിൻ്റെ എബിലിറ്റി സാനിനോട് എബിലിറ്റി ഇട്ടാൽ പിന്നെ രക്ഷപ്പെട്ടു. അപ്പോൾ ഞാൻ ഇഷ്ടം പോയിക്കൊണ്ടിരുന്നു. നമുക്ക് ആക്സിലേറ്റർ കൊടുത്തു. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഫ്രണ്ടിലേക്ക് വന്നു. ഞാൻ എങ്ങോട്ടാണ് ഞാനിങ്ങനെ ഡാമിൽ വെച്ചപ്പോൾ പോലും ഫ്രണ്ടിൽ ഗ്ലൂ ഇട്ടു. അതിപ്പോൾ പുറകിൽ അടുത്ത ഗ്ലൂ ഇട്ടു. അപ്പോൾ ഞാൻ പിന്നെ അവൻ്റെ പുറകെ ഒന്ന് ഗ്ലൂ ഇട്ടു. ഞാൻ ഗ്ലൂ ഇട്ടില്ല. അപ്പോൾ ഞാൻ അങ്ങനെ ഡാമിൽ വിട്ടുകൊണ്ടിരുന്ന സമയത്ത് പെട്ടെന്ന് അവിടെ വേറൊരു സ്ക്വാഡ് മൊത്തം അങ്ങ് വന്നാണ്. ഞാൻ തിരിച്ചു വെപ്പത് അവിടെ ഫോൺ ഞാൻ എത്താൻ വേണ്ടി നിൽക്കുന്ന സമയത്ത് ഇടുക്കുന്ന
അടിച്ചുകൊണ്ടിരുന്നു. പെട്ടെന്ന് ഹെഡ് ഇട്ട് ഗൈസ്. അതേപോലേക്ക് ഈ XXX4 ഈ ഫസ്റ്റുള്ളവൻ ഇങ്ങനെ നിൽക്കുവാണ്. അപ്പോൾ ഞാൻ നല്ല ദേഷ്യം വന്നു. കാരണം ഇവൻ നമ്മുടെ റിവേ പോയിൻ്റ് ഉണ്ടായിട്ട് പുള്ളി ഇങ്ങനെ പോവുക. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് എന്തോ ഒരു സംഭവം ഉണ്ടല്ലോ. ഞാൻ ഒന്നും മിണ്ടുന്നൊന്നും വിചാരിച്ചു. ഞാൻ മൈക്ക് ഓണാക്കിയില്ല. എന്നിട്ട് ഞാൻ ഇങ്ങനെ നിൽക്കുക. എടാ അവിടെ ഇതുണ്ടല്ലോ എന്ന് വിചാരിച്ചത്. അപ്പോൾ അതിൻ്റെ തൊട്ടടുത്താണെങ്കിൽ പുള്ളിയുടെ തന്നെ തൊട്ടടുത്തൊരു ഇതുണ്ടായിരുന്നു പുള്ളി വെൻറ്റിങ് മെഷീൻ യൂസ് ചെയ്യാൻ വേണ്ടിയായിരുന്നു പോയത്. പിന്നെ ഞാൻ പറയാൻ വെച്ചതൊക്കെ ഞാൻ ഇങ്ങനെ മനസ്സിൽ വെച്ചു. പുള്ളി നമ്മളേക്ക് ഞാൻ റിവൈവ് ചെയ്തു. ഞാൻ നമ്മളേക്ക് നേരെ അങ്ങ് താഴത്തേക്ക് പുള്ളിയുടെ അടുത്തേക്ക് ഞാൻ ചെന്നു കേട്ടോ. ഈ ടൈമിൽ ഏകദേശം ഒരു 13 അലൈവ് വന്നായിരുന്നു. ഈ സമയത്ത് അങ്ങോട്ട് ആയിരുന്നു 13 അലൈവ് വന്നത്. സോറി 20 അലൈവാണ് ഇപ്പോൾ. എന്നിട്ട് ഞാൻ ഇങ്ങനെ നിൽക്കുകയാണ്. എന്നിട്ട് എനിമീസിനെ ഒന്ന് വിടമാട്ടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ നിൽക്കുകയാണ്. ഇപ്പം ഇവന്മാരെ എനിമീസിനെ കൊല്ലാൻ വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ വന്നു. കുറച്ച് പിന്നെ ഇനിയും ലൂട്ട് വേണം. കാരണം ഞാൻ ഈ സ്പോണാകുമ്പോഴേ എൻ്റെ ഈ ഗണ്ണ് എനിക്ക് അത്ര പറ്റുന്നില്ല. ഞാൻ MP5 എടുത്തു. MP5 എടുത്തിട്ട് ഞാൻ ഇങ്ങനെ നേരെ പോവാം. അപ്പോൾ ഞാൻ വിചാരിച്ചു വെൻഡിങ് മെഷീനിൽ നിന്ന് നല്ല എടുക്കണമെന്ന്. അപ്പോൾ വേണ്ടെന്ന് വിചാരിച്ചു. നേരെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു മറ്റേ ആ ഫസ്റ്റുള്ളതിൻ്റെ പുറകെ പോയേക്കാം എന്ന് ഞാൻ അങ്ങനെ വിചാരിക്കുകയാണ്. അപ്പോൾ ഈ ഫോർത്തുള്ളതിൻ്റെ കൂടെ പോയിട്ട് വലിയ കാര്യം ഉണ്ടോ എന്ന് എനിക്ക് മനസ്സിൽ പറച്ചിൽ തോന്നി. അപ്പോൾ ഞാൻ തിരിഞ്ഞു പോയി. ഫസ്റ്റുള്ളതിൻ്റെ കൂടെ പോകാൻ വേണ്ടി നിന്നപ്പോൾ അവിടെ കുറച്ച് ലൂട്ടുണ്ട്. ഞാൻ അപ്പോഴേക്ക് അങ്ങോട്ടേക്ക് കയറി. ഡാസ്മിൻ ഉണ്ടായിരുന്നു, ഞാൻ അതെടുത്തില്ല. എന്നിട്ട് ഞാൻ ഇവിടെ നിന്ന് എന്തോ എടുത്തു, കുറച്ച് ബുള്ളറ്റ് എടുത്തു. എന്നിട്ട് ഞാൻ തിരിച്ചിങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. പോയിക്കൊണ്ടിരുന്ന സമയത്ത് അവിടെ ഫുൾ മഡ് വിടൂ നമ്മളെ. ഫുൾ മഡ് കാര്യങ്ങളും കണ്ടപ്പോഴേക്കും ഞാൻ നേരെ അങ്ങോട്ട് ചെന്നെടുത്തു. അതിലേക്കും ഫസ്റ്റുള്ളവനാണെങ്കിൽ അവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ അങ്ങോട്ടേക്ക് അങ്ങ് ചെല്ലാം. കാരണം അവിടെ ഇവിടെയാണ് തോന്നുന്നത്. അപ്പം മിക്കവാറും ഒരു സൈഡിലായിട്ട് അപ്പോൾ ഇവൻ പോകുന്ന ഒരു സൈഡിലായിട്ടായിരിക്കും എന്ന് എനിക്ക് മനസ്സിലായി. അപ്പം ഇതിൻ്റെ പുറകെ ഞാൻ പോവുകയാണെങ്കിൽ ഇവന് സപ്പോർട്ട് ഇടാലോ എന്ന് വിചാരിച്ചു. ഇവൻ്റെ പുറകെ ഞാൻ ഇങ്ങനെ പോയിക്കൊണ്ടിരുന്ന സമയത്താണ് ഇവനെ എനിമി അടിക്കണേ. ഞാൻ പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ ഈ സമയത്ത് എവിടെ എനിമി അടിക്കവനെ. ഓക്കെ അവനെ എനിമി അടിക്കുന്നുണ്ട്. ഞാൻ ബുള്ളറ്റിൻ്റെ സൗണ്ടൊക്കെ കേട്ട് ഞാൻ നേരെ അങ്ങ് ചെന്നപ്പോൾ പിന്നെ നോക്കിട്ടവളെ ഞാൻ നോക്കിട്ടവളെ കൊന്നു. എന്നിട്ട് ഞാൻ ഇങ്ങനെ നിൽക്കുക. ഞങ്ങളിവിടെ ഇങ്ങനെ ഇരിക്കുകയാണ്. ഞാൻ ഇവിടെ എനിമീസ് വരാൻ വേണ്ടി ഇങ്ങനെ കാത്തിരി. അപ്പോൾ എനിക്ക് ഇവിടുന്ന് വരുമോ എനിമി വരുമോ എന്ന് എനിക്ക് ഡൗട്ട് തോന്നി. ആ സമയത്താണ് ഞാൻ പുറകിൽ നിന്ന് വന്നു. ഡൗട്ട് തോന്നിയുള്ളൂ. എന്നെ കൊണ്ട് ഡാമേജ് പിടിച്ചു അടിച്ചിട്ടു. എന്നിട്ട് ഞാൻ സെപ്പറേറ്റ് എടുത്ത മറ്റേ ഫുൾ മട്ടം കടിച്ചു. അങ്ങനെ നിൽക്കുകയാണ് ആ ടൈമിൽ. ഞാൻ തിരിച്ചു വന്ന് ഇവിടെ ഇങ്ങനെ നിൽക്കുവാണെങ്കിൽ ഫ്രണ്ടിൽ നിന്ന് എനിമി ഒന്നും അറിയാമല്ലോ എന്ന് വിചാരിച്ചു. വന്നിട്ട് ഞാൻ ഈ ഫസ്റ്റുള്ളവൻ്റെ പുറകെ പോയി. ഫസ്റ്റുള്ളവൻ്റെ പുറകെ പോയിട്ട് പിന്നെ ഫസ്റ്റുള്ളവൻ്റെ പുറകെ ഇങ്ങനെ ഞാൻ പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഞാൻ ഇവിടെ ഈ ജസ്റ്റ് ഈ ഗ്യാപ്പ് ഒന്നും ചെയ്തു. അതാണെങ്കിൽ അവിടെ നിന്ന് വന്നവന്മാരെ എനിക്ക് കൊല്ലാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. അവിടെ നിന്ന് വന്നവന്മാരെ ഇവിടെ നിന്ന് പെട്ടെന്ന് അവൻ ചാടുമ്പോഴേക്കും ഫസ്റ്റുള്ളവൻ ചാടുമ്പോഴേക്കും എനിക്ക് ചാടിയാൽ മതിയല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോഴേക്കും ഹാരാബായി സെക്കൻഡുള്ളവൻ ചാവുമെന്ന് തോന്നിയത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ്റെ സംഭവം ഉണ്ടോ മറ്റേ സെക്കൻഡുള്ളവൻ്റെ HP ഇപ്പോൾ ചാവുമെന്ന് എനിക്ക് മനസ്സിലായിരുന്നു. അപ്പോഴേക്കും ഞങ്ങൾ ഇവിടെ വന്ന് ഇങ്ങനെ ഇരിക്കുകയാണ് എനിമീനെ നോക്കിക്കൊണ്ട്. എനിമി എവിടെ ബ്രാ എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങളിങ്ങനെ നിൽക്കുന്ന സമയത്ത് അവൻ ചത്തു. ഞാൻ പറഞ്ഞില്ല, എനിക്കറിയാം അവൻ നോക്കോ മറ്റേ ഇതിൽ കയറുക സോണിൻ്റെ പുറത്ത്. അന്നേരം പിന്നെ ഞങ്ങൾ താഴത്തേക്ക് അങ്ങ് ഇറങ്ങി. അപ്പോഴേക്കും ഞാൻ തിരിച്ച് ഇവൻ കയറുന്ന കണ്ടു. അപ്പോൾ എന്തോ ഒരു പ്രശ്നം മണക്കി ഞാനും മുകളിലേക്ക് കയറി. അപ്പം പിന്നെയും താഴത്തേക്ക് പോയി. അവൻ്റെ കയ്യിൽ SVD ഉണ്ടായിരുന്നു. അപ്പോൾ സംഭവം മനസ്സിലാവില്ല, എന്തോ ഒരു പ്രശ്നം അങ്ങ് മണത്തു. അപ്പോഴേക്കും ഞാൻ വെളിയിക്കാൻ പറഞ്ഞു. എനിക്ക് സംഭവം മനസ്സിലായില്ല. ഞാൻ അവിടെ നോക്കിയപ്പോൾ എനിക്ക് അവിടെ ഒന്നിനും കാണാൻ പറ്റില്ല. പിന്നെ അവിടെ ഗ്ലൂ ഇടുന്ന കാണേണ്ടതും അവിടെ എനിമി ഉണ്ടെന്ന് മനസ്സിലാവണേ. അപ്പോഴേക്കും അവൻ എന്നെ ഡാമേജ് ഇട്ടു. ഞാൻ അവിടെ നിൽക്കാവുന്നതായിരുന്നു. അപ്പോഴേക്കും ഞങ്ങൾ സോ